ഹായ് ഫ്രണ്ട്സ്, ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ ഒരാള് ആദ്യമായിട്ടൊരു വിദേശ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ 1-2 ഭാഗങ്ങളിൽ പറഞ്ഞത്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ബാക്കി ഒരു ഇന്റർവ്യൂ വിജയകരമായി പൂർത്തിയാക്കാൻ, ഒരു ജോലി നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ടിപ്സ് ആണ് നമ്മൾ അതിന്റെ ആദ്യ സെഷൻ എന്ന നിലയിലാണ് ഒരു റെസ്യൂമെ എങ്ങനെ തയ്യാറാക്കാമെന്നും അത് ചേർത്തുകൊണ്ട് ഒരു PDF, ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് CV എങ്ങനെ തയ്യാറാക്കാമെന്നും ഒക്കെ അതൊരു സാധാരണക്കാരനായ വ്യക്തിക്ക് തന്റെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇന്ന് ഈ അടുത്ത വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്തത് മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ആ വ്യക്തി, ഉദ്യോഗാർത്ഥി എങ്ങനെ അവിടെ അത് പ്രസന്റ് ചെയ്യണം, അവിടെ എങ്ങനെ പങ്കെടുക്കണം, ആ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് എന്റെ 2 സ്റ്റുഡൻസ്, അവര് ഇപ്പോൾ നിലവിൽ എന്റെ ഫാബ്രിക്കേഷൻ ബാച്ചിലുള്ളവരാണ്, രണ്ടുപേരും മെക്കാനിക്കൽ ഡിപ്ലോമ കഴിഞ്ഞവരാണ്. അപ്പൊ അവർക്ക് 1-2 സംശയങ്ങൾ അവരെന്നെ ഫോണിലൂടെ എനിക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതി എന്നാ പിന്നെ ഈ സെഷൻ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ Q&A സെഷൻ ആക്കി കളയാം എന്ന് കരുതി. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിലാണ്. അപ്പൊ അവർക്ക് കുറെ സംശയങ്ങൾ അവര് എന്നോട് ചോദിച്ചത് തന്നെ ഞാൻ അവരോട് ഇപ്പോ ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഓരോ ചോദ്യങ്ങളും എന്റെ തോന്നൽ നിങ്ങളുടെ സംശയങ്ങൾ തന്നെയാണ്. ആ സംശയങ്ങൾ ദൂരീകരിക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് വിജയിക്കാനും സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രധാന ടിപ്സ് ഞാനൊന്ന് പറയാം. ഏതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങൾ ഏത് ട്രേഡ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ, നിങ്ങളുടെ പ്രൊഫഷൻ എന്തായാലും ആ പ്രൊഫഷനിലുള്ള നിങ്ങളുടെ അറിവാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ആ പർട്ടിക്കുലർ ഇതിലുള്ള നിങ്ങളുടെ അറിവും കഴിവുമാണ്. അതാണ് നിങ്ങൾക്കൊരു ജോലി നേടിത്തരുന്നത് എന്ന ഉത്തമ ബോധ്യം ഉണ്ടാവണം. അതിനുവേണ്ടി ഏതൊക്കെ ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ, ചോദ്യങ്ങൾ ഉണ്ടാവും. അത് 2 രീതിയിൽ വരാം. അതായത് ടേബിൾ ഇന്റർവ്യൂ ഉണ്ടാവാം. ടേബിൾ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് അതിന്റെ തിയററ്റിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ചില ഇന്റർവ്യൂവിൽ ചോദിക്കുക. ചില ഇന്റർവ്യൂവിൽ ഒരു ടേബിൾ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ഇന്റർവ്യൂ അങ്ങനെയല്ല, അവിടെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ആ തൊഴിൽ പരിചയം, അത് നിങ്ങളൊരു വിദഗ്ധനാണോ, നിങ്ങളൊരു സ്കിൽഡ് പേഴ്സൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നതാണ് ഒരു ഇന്റർവ്യൂ. അപ്പോൾ അതിനുവേണ്ടി നല്ല രീതിയിൽ തയ്യാറെടുത്തിരിക്കണം. അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതില് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ച് തലേ ദിവസം തന്നെ ഒന്ന് ആലോചിക്കണം. ആലോചിച്ച ശേഷം അത് സ്വയം അതിന് ആൻസറുകൾ കണ്ടെത്തുക. അതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക. അതിനുശേഷം വേണം നിങ്ങളൊരു ഇന്റർവ്യൂവിലേക്ക് എത്താൻ. പിന്നെ മറ്റൊരു കാര്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിനായിരിക്കുമല്ലോ പോവുക. അപ്പൊ ആ കമ്പനിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപ് തന്നെ ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ നിന്ന് അവരുടെ വെബ്സൈറ്റിലേക്കോ മറ്റൊക്കെ പോയി ആ കമ്പനി എന്താണെന്നും ആ കമ്പനിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ജനറൽ ഐഡിയ നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിരിക്കണം. അത് ഇന്റർവ്യൂ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്, ജനറലൈസ് ചെയ്ത് പറയാൻ. ബാക്കി കാര്യങ്ങൾ ഇവരുടെ സംശയങ്ങളും ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായി നൽകുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സംശയമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ആ സെഷനിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ജിഷ്ണുവിനെയും ജയകൃഷ്ണനെയും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം എനിക്ക് ആദ്യമായിട്ട് സാറിനോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പൈപ്പിംഗ് പ്രൊഫഷണലാണ്. അതെ. അപ്പൊ ഞാൻ എന്റെ മേഖലയോട് ബന്ധപ്പെട്ട പരസ്യം കണ്ടെത്താൻ വേണ്ടി ഞാൻ ഏതൊക്കെ വഴികൾ സ്വീകരിക്കണം, അതിപ്പോ ഏതൊക്കെ രീതിയിൽ ചോയ്സുകൾ ഞാൻ നോക്കേണ്ടി വരും, അതിനെക്കുറിച്ച് സാറൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, തീർച്ചയായിട്ടും. നമുക്ക് ഒരു ഇന്റർവ്യൂ പരസ്യം, നിങ്ങൾ അതല്ലേ ഉദ്ദേശിച്ചത്? ഇന്റർവ്യൂ പരസ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ എളുപ്പമാണ്. ധാരാളം സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം ഇന്റർവ്യൂ പരസ്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പല റിക്രൂട്ടിംഗ് ഏജൻസികളുടെയും പരസ്യങ്ങൾ ലഭിക്കാറുണ്ട്. ഈ ജോലി നമ്മൾ നേടുന്നത് ഇന്റർവ്യൂ പരസ്യങ്ങൾ മാത്രമല്ല കേട്ടോ, പല രീതിയിൽ പല ആൾക്കാർ ജോലി നേടാറുണ്ട്. ഒന്ന്, ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, വിദേശത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ജോബ് ലഭിക്കാറുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല. ചിലർക്ക് അവർ ഈ എന്താ പറയുക,
അവിടെ പോയിട്ട് ആ രാജ്യത്ത് പോയി വിസിറ്റിംഗ് വിസയിലൊക്കെ പോയി ജോബ് സെർച്ച് ചെയ്തൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടെത്തി ജോബ് നേടിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് തുലം കുറവാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികൾ നടത്തുന്ന കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ, വിദേശ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ നമുക്ക് എങ്ങനെ അത് കണ്ടെത്താന്നുള്ളതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ഇത്ര മാത്രമാണ്: നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആണ് ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഒരു സോഴ്സ്. മറ്റൊന്ന് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ലഭിക്കാം. മറ്റൊന്ന് ജെന്യൂൻ ആയിട്ടുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവർ ഈ റിക്രൂട്ടേഴ്സിന്റെ പരസ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഗ്രൂപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താ? അതിൽ ജെന്യൂൻ ആയിട്ടുള്ള റിക്രൂട്ടേഴ്സ്, അതായത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ റിക്രൂട്ടേഴ്സാണ്, കേരളത്തിലെ റിക്രൂട്ടേഴ്സാണ്, നമുക്ക് അതിലാണ് അവരുടെ പരസ്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇത്തരം സോഴ്സുകളിലൂടെ കിട്ടുന്ന പരസ്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടാം. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അവരുടെ പരസ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പരസ്യങ്ങൾ നമ്മൾ അതിനകത്ത് കൊണ്ടുവരാറുണ്ട്. ഇല്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ഏജന്റുമാര് വരുന്നില്ല. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഏജൻസി ഇല്ല. ഡയറക്റ്റ്, അതായത് നമ്മൾ ചെയ്യുന്നത് ബ്രിഡ്ജ് ചെയ്യാണ്. നമ്മുടെ ഗ്രൂപ്പ് ഒരു ബ്രിഡ്ജാണ്. അതായത് റിക്രൂട്ടറെയും നമ്മുടെ ഉദ്യോഗാർത്ഥിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൽ അറിയാമല്ലോ, നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാമല്ലോ. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു ഇന്റർവ്യൂ കണ്ടെത്താൻ പറ്റും. ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത് മറ്റ് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇവരുടെയൊക്കെ പരസ്യങ്ങൾ സ്പോൺസേഡ് ആഡുകളായിട്ടൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പരസ്യങ്ങൾ കണ്ടെത്താം. പരസ്യം കണ്ടെത്തി കഴിയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിക്രൂട്ടിംഗ് ഏജൻസി ജെന്യൂൻ ആണോ അതോ ഫേക്ക് ആണോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിവുള്ളവരോട് ചോദിച്ച്, അല്ലെങ്കിൽ ആ ഏജൻസിയെക്കുറിച്ച് നമ്മൾ ഒന്ന് നോക്കി സൈറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ നോക്കി, റിവ്യൂ ഒക്കെ നോക്കി അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ, നമുക്ക് ആവശ്യമായ ഒരു ഇൻ്റർവ്യൂ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗം. ഓക്കെ. നല്ലൊരു ചോദ്യമായിരുന്നു ജിഷ്ണു ചോദിച്ചത്. അപ്പോൾ ജയേഷിന് എന്താണ് സംശയമുള്ളത്? എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കൂ സാർ. ഞാൻ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കയ്യിൽ കരുതാം? ഓക്കെ. കയ്യിൽ കരുതേണ്ടത് എന്തൊക്കെയാണ്? ഓക്കെ. നമ്മൾ ഡോക്യുമെന്റ്സ് ആണല്ലോ ഉദ്ദേശിച്ചത് അല്ലേ? ഡോക്യുമെന്റ്സ് ഒക്കെ അല്ലേ? ഓക്കെ. ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ CV ഓൾറെഡി നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇന്റർവ്യൂ റിക്രൂട്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്റർവ്യൂ ടേബിളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കാണിക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടാവണം. ആ ഫയലിൽ നിങ്ങളുടെ എല്ലാ കൊടുത്തിരിക്കുന്ന കോപ്പികളുടെയും ഒറിജിനൽ അതിലുണ്ടാവണം. മനസ്സിലായോ? ഇനി ഇത് കൂടാതെ ചിലപ്പോൾ റിക്രൂട്ടേഴ്സ് പറയും, നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുന്നതിന് മുമ്പേ പറയും, ഇത്ര ചിലപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവർ ചോദിക്കും, ഇത്ര ഫോട്ടോ കയ്യിൽ കരുതണമെന്ന് പറയും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒറിജിനൽ പാസ്പോർട്ട് കയ്യിൽ കരുതാതെ അങ്ങോട്ട് പോരുത് കേട്ടോ. കാരണം കയ്യിൽ ഒറിജിനൽ പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും അവർ അനുവദിക്കില്ല. കാരണം എന്താ? നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് വേണം. ഓക്കെ. അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഒരു വസ്ത്രധാരണം അത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ വില കൂടിയ വസ്ത്രമൊന്നും വാങ്ങി ധരിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്, നിങ്ങൾ വളരെ ഉടുത്തിരിക്കുന്ന വസ്ത്രം, ധരിച്ചിരിക്കുന്ന വസ്ത്രം വളരെ വൃത്തിയുള്ളതും പറ്റുമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് നീറ്റായിട്ട് അത് ഉപയോഗിക്കുക. പിന്നെ ആദ്യമായിട്ട് പുതിയ പരീക്ഷണങ്ങൾക്കൊന്നും ശ്രമിക്കരുത്. ഷൂ ഇടാത്ത ആൾ ആദ്യമായിട്ട് ഷൂ ഇടരുത്, പണി കിട്ടും ചിലപ്പം. ശീലമില്ലാത്ത ഒരാളാണെങ്കിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ശീലമില്ലാത്ത ഒരാളുടെ പ്രശ്നം എന്താ? അയാൾക്ക് പെട്ടെന്ന് കാലിലൊരു പോച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ? സാധാരണ നോർമലി ഡ്രസ്സ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് അന്നത്തെ ദിവസം ഇന്റർവ്യൂ ദിവസം ഒന്ന് ഇൻഷർട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ ഇയാളുടെ ചിന്ത എപ്പോഴും ഞാൻ ഇൻഷർട്ട് ചെയ്ത് കറക്റ്റ് ആണോ, ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എപ്പോഴും ഈ ചിന്തയായിരിക്കും. അപ്പോൾ അത് വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നോർമലി എങ്ങനെയാണോ അതുപോലെ തന്നെ പോവുക. പിന്നെ നമ്മുടെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഷേവിങ് ഒക്കെ ചെയ്ത് പോയാൽ നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഫ്രീക്കൻ സ്റ്റൈലൊക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ ക്ലയൻറ്റിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂവിന് പോവുക, അവിടെ അപ്പിയർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇൻ്റർവ്യൂവിന് ചെന്ന ശേഷം ഉള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ചെന്ന ശേഷം തന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ CV അവിടെ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലേ? അവിടെ ഇരിക്കുന്ന സമയത്ത്
പരമാവധി നിങ്ങളുടെ എന്താ പറയുക അവർ ചോദിക്കാവുന്ന ചോദ്യങ്ങളെ ഒന്ന് റിവ്യൂ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലൂടെ ഒന്ന് റിവ്യൂ ചെയ്ത് അതൊക്കെ ഒന്ന് എന്താ പറയുക മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആവണം. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ സാറേ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചു. ഈ ഓൺലൈനും ഓഫ്ലൈനും ഇന്റർവ്യൂകളിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓൺലൈൻ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണ് അല്ലേ. ഇപ്പോൾ ഉണ്ടാകുന്നതാണെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ. മുമ്പ് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ, നമ്മൾ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്. നമ്മൾ നേരെ ചെല്ലുക, ഇൻ്റർവ്യൂ സ്ഥലത്തെത്തുക, അവിടുന്ന് ഇൻ്റർവ്യൂ നമ്മൾ ഫേസ് ടു ഫേസ് അല്ലേ, ഇൻട്രാക്ഷനാണ്, സംസാരിച്ച് അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ആണ് അന്ന് പഴയ കാലത്തുണ്ടായിരുന്ന ഈ നിങ്ങൾ ഈ പറയുന്ന ഓഫ്ലൈൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓൺലൈൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എന്താണ്, നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൗകര്യപ്രദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകം 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഫോൺ ഉണ്ടാവണം അല്ലേ, ഫോണോ അല്ലെങ്കിൽ ലാപ്പോ എന്താണ് ഉള്ളത് അത് ഉണ്ടാവണം. അതിന് നല്ല കവറേജ് ഉണ്ടാവണം, നെറ്റ്വർക്ക് കവറേജ് നല്ല രീതിയിലുണ്ടാവണം. പിന്നെ നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ആ മൈക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. വർക്ക് ചെയ്യാത്ത മൈക്കോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ സ്പീക്കറോ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, മൈക്കോ സ്പീക്കറൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പണിയാവും. അപ്പോൾ അതൊക്കെ ആദ്യം ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ തയ്യാറാകുന്ന ആൾ നമ്മളൊരു ഓഫ്ലൈൻ ഇൻ്റർവ്യൂവിന് എങ്ങനെ നീറ്റായിട്ട് വസ്ത്രമൊക്കെ ധരിക്കുക അതുപോലെയൊക്കെ ധരിക്കുക, എല്ലാം നീറ്റായിട്ടിരിക്കുക. ഒപ്പം നമ്മളിരിക്കുന്ന ആ ആംബിയൻസ് ഉണ്ടല്ലോ, അതൊന്ന് ബെറ്റർ ആക്കുക. കാര്യം മറ്റാളോട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതിന് ഏകദേശം തുല്യമാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രീതിയിലൊരു സംവിധാനം ഒരുക്കുക നമ്മളവിടെ. അത്ര തന്നെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് ഇനി ജയകൃഷ്ണൻ, എന്താ അടുത്ത ചോദ്യം? പറഞ്ഞു. ഞാനിപ്പോൾ എന്തിനും ഒരു ഇൻ്റർവ്യൂവിനോ അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് അതിങ്ങനെ മാറ്റാൻ, അത് പൂർണ്ണമായിട്ട് മാറ്റാൻ അല്ലെങ്കിലും മാറ്റാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏതൊരു കാര്യം അങ്ങനെയല്ലേ, ആദ്യം പോകുമ്പോൾ കുറച്ച് നെർവസ് ആവും അല്ലേ. നമുക്കൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് ആണെങ്കിൽ പോലും ചെറിയ അളവിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം അത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ അല്ലേ. അപ്പോൾ ഈ ടെൻഷൻ എന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ഈ ടെൻഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്? ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് നന്നായി ആൻസർ നൽകാൻ കഴിയില്ലയോ, അത് എനിക്ക് പറയാൻ കഴിയുമോ, എനിക്ക് കിട്ടുമോ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമുക്ക്, അതാണ് നമ്മളെ ടെൻസ്ഡ് ആക്കുന്നത് അല്ലേ. തീർച്ചയായും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എന്താ സിമ്പിൾ മാർഗ്ഗമാണ്, നന്നായി പ്രിപ്പയർ ആവുക. അതായത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ ചാനലിൻ്റെ വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഉൾക്കൊള്ളാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അതായത് ഒരു ട്രേഡിൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിനെങ്ങനെ തയ്യാറെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വരും സെഷനുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട എന്താണ്, നമ്മൾ ഏത് ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്, നമ്മുടെ ട്രേഡ് ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ ഏതാണോ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി നമ്മൾ സ്വയം ഒന്ന് പലയിടത്തു നിന്ന് കളക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം തന്നെ തയ്യാറാക്കുക, എന്നിട്ട് അതിന് ഉത്തരം കണ്ടെത്തുക അല്ലേ. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം. ഞാൻ ഒരിക്കൽ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് മഹാത്മാഗാന്ധി അല്ലേ ആരാണ് അല്ലേ നമ്മൾ ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ആൻസർ പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അല്ലേ, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് എന്ന് തിരിച്ച് ചോദിക്കാം അല്ലെ, ഇൻഡയറക്റ്റ് അല്ലെ, 2 രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പം അത് സ്വയം ചോദ്യവും ഉത്തരവും വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കി വെച്ച ഒരാൾക്കാണ് എങ്ങനെ ചോദിച്ചാലും അതിന് മറുപടി പറയാൻ സാധിക്കുക. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാവർക്കും ഉത്തരം പറയാൻ കഴിയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല അല്ലേ. നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഓർത്ത് എടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ അത് വന്നിട്ടില്ല, നിങ്ങൾ എന്ത് പറയും? അറിയില്ല സാർ, ഐ എം സോറി, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഉത്തരം ഇല്ല. അതിന് പകരം കുറേ എക്സ്ക്യൂസസ് പറയുക. അയ്യോ സാറേ ഞാനത് മറന്നുപോയി, എനിക്കറിയാമായിരുന്നു, ഇപ്പം അറിയില്ലല്ലോ, അറിയും, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ഫേസ് ഈസ് ദ മിറർ ഓഫ് ദ മൈൻഡ് അല്ലേ. നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ ആയാലും എന്തായാലും അത് നമ്മുടെ ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പം നമ്മളുടെ ആത്മവിശ്വാസമാണ് നമ്മളുടെ ആ ടെൻഷനെ കുറയ്ക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഇപ്പോൾ പനി വന്നു അല്ലേ, ഒരാൾക്ക് പനി വന്ന ആൾ എന്ത് ചെയ്യും? അത് മാറാൻ വേണ്ടി മരുന്ന് കഴിക്കും അല്ലേ, പാരാസിറ്റമോൾ അങ്ങനെ അല്ലേ, ടാബ്ലറ്റ് എടുക്കും അല്ലേ.
ഒരാൾ ടെൻഷൻ അടിച്ചു, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇടേ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കുറച്ച് കൂടുതൽ ടെൻഷൻ അടിച്ചു, അത് കാരണം എനിക്ക് ആ ജോലി കിട്ടി? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ ടെൻഷൻ നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ? നിങ്ങൾക്ക് ദോഷമായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാ തല പോയിക്കുന്നത്? ടെൻഷൻ നിങ്ങൾക്ക് ഗുണം നൽകുന്നില്ല, എന്നാൽ പിന്നെ ടെൻഷൻ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. ഓരോ ഇൻ്റർവ്യൂവിനെയും ഒരു സാധ്യതയായി, ഒരു അവസരമായി കാണുക. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഇനി ഇൻ്റർവ്യൂ വരില്ലേ? വരും. അപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാമല്ലോ. മനസ്സിലായില്ലേ? ഈ ഇൻ്റർവ്യൂവിനെ നിങ്ങളുടെ ഒരു അവസാന സാധ്യതയല്ല, ഇതൊരു അവസരം, പല അവസരങ്ങളിൽ ഒന്ന്, അത്രമാത്രം. പല അവസരങ്ങളിൽ ഒന്നാണെന്ന് മാത്രം കാണുമ്പോൾ നമ്മുടെ ടെൻഷൻ താനേ പോരെ. ഓക്കെ, ശരി. അതുപോലെ തന്നെ സാറേ വേറൊരു ചോദ്യം, ഈ എല്ലാ ഇന്റർവ്യൂവിലും ഒരേ പാറ്റേൺ ആണോ ഉണ്ടാവുക? ഇന്റർവ്യൂവിൽ ഒരേ പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പല ഇന്റർവ്യൂറും പലരാണ്. അപ്പം അവരുടെ മനസ്സിൽ എന്താണോ അവർ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്ലയൻറ്റിൻ്റെ മനസ്സിലുള്ളതാണല്ലോ ക്ലയൻറ്റ് ചെയ്യും. പിന്നെ വേറൊരു ചില മിടുക്കന്മാരായ ആൾക്കാർ ചെറിയൊരു പരിപാടി ചെയ്യും. അവർ ചെയ്യുന്നത് അവരുടെ ആൻസറിൽ നിന്ന് പരമാവധി ഇൻ്റർവ്യൂർക്ക് ഒരു ചോദ്യം കൊടുക്കാൻ ശ്രമിക്കും. കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യം ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത് പോവുക. അപ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂർ പെട്ടെന്ന് അത്ര പ്രിപ്പയർഡ് അല്ലെങ്കിൽ ആ രീതിയിലല്ലെങ്കിൽ പുള്ളി അതിൽ നിന്ന് തന്നെ ചോദിക്കും, അത് പറയുന്ന കേട്ടല്ലോ, അതെന്താ സംഭവം എന്ന് ചോദിക്കും. അപ്പം നമുക്കത് കോൺഫിഡൻ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കൃത്യമായി അറിയാമെങ്കിലേ പറയാനുള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു ട്രിക്കാണ്, ഒരു ടെക്നിക്കാണ്. അപ്പോൾ പക്ഷേ ചില ബുദ്ധിമാന്മാരായ ക്ലയൻറ്റ് ചെയ്യുന്നത് എന്താ അറിയോ, അവർക്കിത് നേരത്തെ മനസ്സിലാവും, അവരത് ചോദിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചോദ്യങ്ങളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ജനറലൈസ് ചെയ്ത് കിട്ടാവുന്നത്ര ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ സാർ, ഒരു ഇന്റർവ്യൂ ടേബിളിൽ ഒരു നന്നായി എങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ പറ്റും ഒരാൾക്ക്? ഓക്കെ, ഈ ഇൻ്റർവ്യൂ ടേബിളിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഇതൊരു എന്താ പറയുക, ഒരു കലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം, ഒരാളെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ അല്ലേ, ആദ്യമായി കാണുകയാണ്. ആ കാണുന്ന ഒരു പർട്ടിക്കുലർ ടൈം അല്ലേ, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആയാലും ചെറിയ ഷോർട്ട് പീരീഡാണ്. ആ ടൈമിൽ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ നമുക്ക് എങ്ങനെ ഇംപ്രസ് ചെയ്യുക, അതായത് അദ്ദേഹത്തിന് നമ്മളെക്കുറിച്ചൊരു നല്ലൊരു മതിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തികളുടെ വ്യക്തിത്വത്തെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ആദ്യമായി തന്നെ നമ്മളുടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മളെ വെയിറ്റിങ്ങിലാണല്ലോ അല്ലേ, നമ്മളോട് പറയും, കയറാൻ പറയും. ഒരു റൂമിലായിരിക്കും അവരുണ്ടാവുക അല്ലേ. അപ്പോൾ ചാടി കയറി അകത്തേക്ക് പോവുക, അതൊരു അത്ര മാനേഴ്സ് ഇല്ലാത്ത പരിപാടിയാണ്. ഇന്ന് നോക്ക് ചെയ്യുക അല്ലേ, സർ മേ ഐ കമിൻ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നൊരു ഇത് ചോദിക്കുക അല്ലേ. അപ്പോൾ അവർ അവിടെ പെർമിഷൻ, യെസ് കമിൻ എന്ന് പറയും അല്ലേ നമ്മളോട്. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെയറൊക്കെ ഉണ്ടാവും, ചാടി കയറി ഇരിക്കാനൊന്നും ശരിക്കും നോർമലി പാടില്ലാത്തതാണ്. ഓക്കെ, അവർ നമുക്ക് പെർമിഷൻ തരും, പ്ലീസ് സീറ്റ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുകയും അത് ആ കസേരയെല്ലാം ആ ഏരിയ മുഴുവനുള്ള ആൾക്കാർ കേൾക്കുന്ന പോലെ വലിച്ചു ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. വളരെ ഇതായിട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് കയറി ഇരുന്ന്, ചില ആൾക്കാരൊക്കെ വളരെ ഞൊഴഞ്ഞൊക്കെ കയറുക, അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വലിച്ച് നീക്കിയിടുക, കംഫർട്ടായിട്ടിരിക്കുക. ആംബ്രസ്റ്റ് ചെയറൊക്കെ ആണെങ്കിൽ നല്ല, അതായത് റിലാക്സേഷനാണ്, അതൊരു തരം റിലാക്സേഷനാണ്. അത് കഴിഞ്ഞിട്ട് താങ്ക്സ് പറയുക, എന്നിട്ട് അവിടെ ഇരിക്കുക. ഓക്കെ, ദെൻ അവിടെ ഇരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ടാവും. ചില സിനിമകളിലൊക്കെ, മോഹൻലാൽ സിനിമയിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തട്ടുന്ന പോലെ ആ പരിപാടിയൊന്നും ചെയ്യരുത്. അവിടെ ഉള്ളത് എന്താണോ അവിടെ ഇരുന്നോട്ടെ. നമ്മൾ ആ ബ്രസ്റ്റിലേക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ഫയൽ ഉണ്ടാവും അല്ലേ. ഓക്കെ, അവർ പറയും ഈ ഫയൽ അവർക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു നല്ല പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് മോർണിംഗ് സർ എന്നൊക്കെ പറയാം കേട്ടോ. കാര്യം എപ്പോഴും ഒരു ഇൻ്റർവ്യൂറെ എന്താ പറയുക, നമ്മളെക്കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടതെന്നാണ്, അതൊക്കെ ഓരോരുത്തരുടെ സ്കില്ല. ഒരു സ്മൈൽ വരുത്താം അല്ലേ, ടെൻഷൻ വന്ന ഒരാൾക്ക് സ്മൈൽ ഉണ്ടാവില്ല. ഓക്കെ, ഒരു സ്മൈൽ വരുത്താം. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ളൊരു തുടക്കം നമുക്ക് നൽകാൻ പറ്റും. ദെൻ അവർ നമ്മുടെ ഇതൊക്കെ ചെക്ക് ചെയ്ത ശേഷം അതിൽ നിന്നൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് കമ്പനിയെക്കുറിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയെക്കുറിച്ചൊരു ധാരണ വേണം അല്ലേ. അപ്പോൾ സാർ അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടി വരും. പേരെന്താണെന്ന് പറയണം, ഐ ആം ഫ്രം വെയർ അല്ലേ, ഐ ആം എ സംതിങ്, എന്താണ് നമ്മുടെ പ്രൊഫഷൻ എന്താണെന്ന് പറയണം. ഇത്ര വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്,
ഇന്നതായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വിദേശത്തേക്ക് നോക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ കമ്പനിയുടെ ആണ് ഇൻ്റർവ്യൂ എന്ന് മനസ്സിലായി. ഞാൻ അപ്പോൾ കമ്പനിയെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം താല്പര്യം തോന്നി. എനിക്ക് കൂടുതൽ അറിവുകൾ നേടാൻ ഇത് ഉപകരിക്കും, ഇവിടെ ഒരു ജോബ് കിട്ടിയാൽ ഉപകരിക്കും എന്ന തോന്നലിൽ നിന്നാണ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതെന്നൊക്കെ വേണം ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രഡക്ഷനിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ക്ലയൻറ്റിന് നമ്മളോടൊരു മതിപ്പ് വരും. ഏതൊരാൾക്കാണ് സ്വന്തം സ്ഥാപനത്തെക്കുറിച്ച് അല്പത്തിൽ നല്ലത് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തത്, അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂവറെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ബാക്കി നിങ്ങളുടെ ടെക്നിക്കൽ, അത് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അതിന് അറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയില്ല എന്ന് തന്നെ പറയുക. സാറിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. അതിപ്പോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് സാർ പറഞ്ഞത്. അപ്പൊ എനിക്ക് അതാണ് നമ്മുടെ ആവശ്യം, എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം അതിന്റെ ഉപകാരം ഉണ്ടാവണം. ഓക്കെ, എന്താ ഇനി ചോദിക്കാം? ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകൻ, ആ ഒരാൾ ആദ്യമായിട്ട് ഇന്റർവ്യൂ പോവാണ്. അപ്പൊ ആ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും സാർ എന്ന് പറയാൻ പറ്റുമോ? മോട്ടിവേഷൻ, ഒരു സെൽഫ് മോട്ടിവേഷനാണ് ആദ്യം ഉണ്ടാവേണ്ടത്, അല്ലേ? ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു പരീക്ഷണമാണല്ലോ, അല്ലേ? അല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹം നേടിയെടുക്കാനുള്ള, അതുവരെ നമ്മൾ പഠിച്ചു പ്രവർത്തിച്ചു, അല്ലേ? അതിൻ്റെ ഒരു മികച്ച അവസരം നേടിയെടുക്കാനുള്ള ഒരു ഇതായിട്ടാണ് അതിലേക്കുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? ഒരു ഇന്റർവ്യൂവിനെ കാണുന്നത്, അല്ലേ? ജോലി നേടാനുള്ള ആദ്യ സ്റ്റെപ്പ്, അല്ലേ? ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? ഒരു ഇന്റർവ്യൂവിനെ പോകുമ്പോൾ നമ്മൾ ആദ്യം അതിനെ ഒരു മുൻധാരണ എന്ന് പറയുന്ന ഇതാണ്, ഏതൊരു ഇന്റർവ്യൂ, ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളെല്ലാം തന്നെ ഇതൊരു അവസരമാണ്, അതല്ലേ? തൊഴിലവസരങ്ങൾ അല്ലേ കാണുന്നത്, നിങ്ങൾ പരസ്യങ്ങൾ കണ്ടിട്ടില്ല? ഇതൊരു അവസരം മാത്രമാണ്, ഇതൊരു അവസാനമല്ല, ഒരു അവസരമാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ധാരാളം ഉണ്ട്. പക്ഷെ അവസരങ്ങൾ കൂടുതൽ എടുക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും, എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കില്ല എന്ന ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവ് വൈബിലെത്തും. കാരണം ഇതെൻ്റെ അവസാനത്തെ സാധ്യതയല്ല, ഇതൊരു അവസരങ്ങളിൽ ഒന്നാണ്, അല്ലേ? ഈ അവസരം പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും എന്ന് സ്വയം പറയുക. അത് തന്നെയാണ് അവനവനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. ഐ ക്യാൻ, ഐ വിൽ എന്നൊക്കെ സ്വയം പറയുക. എന്നെക്കൊണ്ട് കഴിയുന്നതാണിത്, എനിക്കിത് നേടാൻ സാധിക്കും, എന്നെക്കൊണ്ട് കഴിയാത്ത ഒന്നല്ല എന്ന് സ്വയം മനസ്സിൽ ഉറപ്പിച്ച് ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. പിന്നെ സപ്പോസ് ചില സാഹചര്യം, പല കാരണങ്ങളാൽ നമുക്ക് ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവർക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഇത്രയും പോരാ. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമല്ലോ, ചിലപ്പോൾ യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു, ഒരു പരമാവധി ലേറ്റാകാതെ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഒരു അല്പം ലേറ്റായിരുന്നു, നമുക്ക് മുമ്പ് ഒരുപാട് ബയോഡാറ്റാസ് അവിടെ വന്നിട്ടുണ്ട്, ധാരാളം പേര് വെയിറ്റിങ്ങിലാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും ആൾക്കാരെ അവർക്ക് ആവശ്യമുണ്ടാവില്ല. ചിലപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് പിന്നെ അവർ ആ ഒരു ഫോർമാലിറ്റി എന്ന നിലയിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെന്ന് വരാം. പക്ഷെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു അവസരം മാത്രമാണ്. അത് നിങ്ങളുടെ ഒരു അവസാനമല്ല, ഒരു അവസരങ്ങളിൽ ഒന്നാണ്. അത്രമാത്രം കാണുക. എന്നിട്ട് അതിനെ പോസിറ്റീവായ ആ ഒരു അപ്രോച്ചിലൂടെ അതിനെ നേരിടുക. പരമാവധി നന്നായി നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ബെസ്റ്റ് അവിടെ കൊടുക്കുക, റിസൾട്ട് താനേ ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ Q&A സെഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ആ ചോദ്യങ്ങളായിരിക്കാം ഇവർ നിങ്ങളോട് ചോദിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനും പറയാൻ ആഗ്രഹിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല കുറേ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ഈ വീഡിയോയെ മനോഹരമാക്കിയ അവരോട് രണ്ടുപേരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഒക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടാൻ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.